ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. ദൈവരാജ്യത്തെക്കുറിച്ചും സാത്താന്റെ രാജ്യത്തെക്കുറിച്ചും നാം ചിന്തിച്ചു വരുന്നു. വീണ്ടും അതിനോടുള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, അത് മാനസാന്തരം, പാപക്ഷമ തുടങ്ങിയ അനുഭവത്തിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്കാണ് എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ തന്നെ വളരെ താഴ്മ ആ ദൈവരാജ്യത്തിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും വിശേഷ ഗുണമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ അതിന്റെ 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നു: ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കെ വന്ന്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഒരു ശിശു ഹൃദയത്തോടുകൂടെ, വളരെ താഴ്മയോടെ, വളരെ വിനയത്തോടെ, ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് വൈരാഗ്യമില്ല, അല്ലെങ്കിൽ മറ്റ് അസൂയയോ പകയോ പിണക്കമോ അങ്ങനെയുള്ളതായ യാതൊരു വിധമായ അനുഭവങ്ങളും വെച്ചു പുലർത്താതെ അല്പം കഴിയുമ്പോൾ അത് പിന്നെയും താന് മറ്റുള്ളവരുടെ അടുക്കലേക്ക് സ്നേഹത്തോടെ കടന്നു ചെല്ലുന്ന ശിശുക്കളെയാണല്ലോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പഠിപ്പിച്ചത്, ശിശുക്കളെ പോലെ തിരിഞ്ഞ് വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് കഴിയുകയില്ല. അത്രത്തോളം താഴ്മയോടുകൂടി അതാണ് കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ തിരിച്ച് സാത്താന്റെ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മാനസാന്തരപ്പെടാത്ത സകല മനുഷ്യരും അടങ്ങുന്നതാണ് അവന്റെ രാജ്യത്തിലെ പ്രജകൾ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അവിടെ നിഗളവും സ്വതന്ത്ര ചിന്തയും അങ്ങനെയുള്ളതായ തന്നിഷ്ടങ്ങളും ഒക്കെ അടങ്ങിയതായ അനുഭവങ്ങളാണ് ആ വ്യക്തികളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. 2-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അവിടെ ഇപ്രകാരമാണ് പാടുന്നത്: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക എന്ന്. ഇവിടെ കാണുവാൻ കഴിയുന്നത്, അഥവാ സാത്താന്റെ രാജ്യത്തിലെ അവന്റെ ചിന്ത ഇത് തന്നെയാണ്. ഒന്ന്, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനായ ക്രിസ്തുവിനും എതിരെ അവൻ പ്രവർത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ ദൈവത്തിന്റെ ജനത്തിനെതിരെ അവൻ തകർക്കുവാനും മുടിക്കുവാനും ഒക്കെ ആയിട്ട് അവന്റെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എപ്പോഴും ഈ സാത്താന്റെ രാജ്യത്തിലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ അവന്റെ പ്രജകൾ, ദൈവരാജ്യത്തിൽ ഉള്ള തന്റെ മക്കൾക്ക് എതിരായിരിക്കും. ഈ ലോകം തന്റെ മക്കൾക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് എതിരായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി തിരുവചനം നമ്മോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു ശിശുവിനെ പോലെ എല്ലാ നിഗളങ്ങളും എല്ലാ സ്വതന്ത്ര ചിന്തകളും എല്ലാം മാറ്റിവെച്ച് ദൈവരാജ്യത്തെ ഒരു ശിശു എന്ന പോലെ കൈക്കൊള്ളുവാൻ സന്മനസ്സോടുകൂടെ ആര് കടന്നു ചെല്ലുമോ, അല്ലെങ്കിൽ മാനസാന്തര ഹൃദയത്തോടെ ആര് കടന്നു ചെല്ലുമോ, അവരെയാണ് ദൈവരാജ്യത്തിൽ അംഗങ്ങളാക്കുന്നത്. അതിനുവേണ്ടിയാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. ആ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് ഓരോ പാപിയെയും കഴുകി വിശുദ്ധീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ തന്നിഷ്ടങ്ങൾ, നമ്മുടെ നിഗളം, അല്ലെങ്കിൽ നമ്മുടെ സ്വതന്ത്ര ചിന്തകൾ, ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക്
ശിശുവിനെ പോലെ കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. അവർക്ക് മാത്രമേ ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് വീണ്ടും തിരുവചനം വ്യക്തമാക്കുന്നു. അതേ, നമ്മളിൽ എന്തെല്ലാം വിട്ടുകളയേണ്ടതുണ്ടോ, ഏതെല്ലാം പാപസ്വഭാവങ്ങളുണ്ടോ, അതെല്ലാം വിട്ടുകളഞ്ഞ് താഴ്മ ധരിച്ചുകൊണ്ട് ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിന്റെ താഴ്മ ഏറ്റെടുത്തുകൊണ്ട് കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൽ അവകാശികളായി തീരുവാൻ ഇടയാകുന്നത്. അതെ, ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് വീണ്ടും നമ്മെ അനുഗ്രഹിക്കട്ടെ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ,